അങ്ങനെ നമ്മൾ ഡെപ്ത് കണ്ടെത്തി. ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റീൽ ഏരിയ എത്ര പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് നോക്കണം. സ്റ്റീൽ ഏരിയ. അപ്പോൾ സ്റ്റീൽ ഏരിയ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ, നമുക്ക് MU എത്രയാണെന്നറിയാം. അപ്പോൾ നമ്മളെ ഇക്വേഷൻ്റെ സ്റ്റീൽ ഏരിയ വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണെങ്കിൽ 0.87 FY AST ഇൻറ്റു ലിവർ ആം. സ്റ്റീലിൻ്റെ ഭാഗത്തുള്ള സ്ട്രെസ് ഇൻറ്റു ലിവർ ആം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൊമെൻറ്റ് കിട്ടും. അപ്പോൾ അവിടെ ലിവർ ആം എന്ന് പറഞ്ഞാൽ എന്താണ്? 0.87 FY AST ഇൻറ്റു ലിവർ ആം എന്ന് പറഞ്ഞാൽ D മൈനസ് 0.42 XU. ലിവർ ആം എന്ന് പറഞ്ഞാൽ D മൈനസ് 0.42 XU ആണ്. അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് AST ആണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. പക്ഷേ XU എന്ന് പറയുന്നത് എന്താണ്? അൺനോൺ ആണ്. അപ്പോൾ XU എന്ന് പറയുന്നത് അൺനോൺ ആണ്. ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂല? AST കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം XU കണ്ടെത്താം. അപ്പോൾ നമുക്ക് MUവിന് തന്നെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. കംപ്രഷൻ ഭാഗത്തുള്ള സ്ട്രെസ് വെച്ച് നോക്കുകയാണെങ്കിൽ MUവിൻ്റെ ഇക്വേഷൻ എന്താണ്? 0.36 FCK BXU ഇൻറ്റു ലിവർ ആം എന്ന് പറയുന്നത് D മൈനസ് 0.42 XU എന്ന് വരും. അപ്പോൾ ഇത് ഞാൻ ഡീനെ പുറത്തെടുത്താൽ എന്ത് വരും? 0.36 FCK ഇൻറ്റു BXU D 1 മൈനസ് 0.42 XU ബൈ D എന്ന് വരുമല്ലോ. ഇനി ഞാനിതിൻ്റെ മുകളിലും താഴെയും ഒരു ഡീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു ഡീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.36 FCK BD സ്ക്വയർ BD സ്ക്വയർ ഇൻറ്റു XU ബൈ D ഇൻറ്റു 1 മൈനസ് 0.42 XU ബൈ D എന്ന് വരും. അപ്പോൾ ഇതിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ XU ബൈ ഡീനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 0.36 FCK BD സ്ക്വയർ അവിടെ ഉണ്ടാവും. പിന്നെ XU ബൈ ഡീനെ ഞാൻ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ XU ബൈ D മൈനസ് XU ബൈ D ഹോൾ സ്ക്വയർ. ഇവിടെ ഒരു 0.42 എന്നും കൂടി ഉണ്ട്. 0.42 എന്നും കൂടി ഉണ്ട്. ആ ഒരു കോഎഫിഷ്യൻ്റ് അവിടെ തന്നെ ഉണ്ട്. 0.42 XU ബൈ D ഹോൾ സ്ക്വയറിന്. അപ്പോൾ ഇതിന് ഈ ഒരു ഭാഗത്തിന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ MU ബൈ 0.36 FCK BD സ്ക്വയർ ഈക്വൽ ടു XU ബൈ D മൈനസ് 0.42 XU ബൈ D ഹോൾ സ്ക്വയറിന് വരും. ഇതൊരു ഡെറിവേഷനാണ്, ജസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിന് ഈ ഒരു ഇക്വേഷൻ ഞാൻ റീഅറേഞ്ച് ചെയ്യാം. 0.42 XU ബൈ D ഹോൾ സ്ക്വയർ എല്ലാത്തിനും ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് മൈനസ് XU ബൈ D പ്ലസ് MU ബൈ 0.36 FCK BD സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. XU ബൈ D എന്ന് പറയുന്നത് അൺനോൺ ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടെത്തുക? -b പ്ലസ് ഓർ മൈനസ് √b സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നാണ് നമ്മൾ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. ഇവിടെ ബിക്ക് സ്ഥാനത്ത് എന്താ? ഇവിടെ അൺനോൺ ആണ് XU ബൈ D. എൻ്റെ സ്ഥാനത്ത് 0.42 വരും, ബിൻ്റെ സ്ഥാനത്ത് 1 വരും, പിന്നെ സിൻ്റെ സ്ഥാനത്ത് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ MU ബൈ 0.36 FCK BD സ്ക്വയർ എന്നൊക്കെ വരും. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് XU ബൈ Dക്ക് ഒരു സൊല്യൂഷൻ കിട്ടും. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ XU ബൈ D ഈക്വൽ ടു 1.2 മൈനസ് 1.44 മൈനസ് 6.6 MU FCK BD സ്ക്വയർ ഓൾ റേസ് ടു 1/2. ഇതാണ് XU ബൈ ഡീൻ്റെ എന്തെന്ന് പറയുന്നത് ഇക്വേഷൻ എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് XU എന്താണെന്ന് കണ്ടെത്താം. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ലിവർ ആം നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ലിവർ ആം കണ്ടെത്താനുള്ള ഇക്വേഷനാണ് XU ബൈ D ഈക്വൽ ടു 1/2 മൈനസ് 1.44 മൈനസ് 6.6 MU ബൈ FCK BD സ്ക്വയർ ഓൾ റേസ് ടു 1/2 എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കുള്ള അൺനോൺ XU എന്താണെന്ന് കണ്ടെത്തും. നമുക്കുള്ള അൺനോൺസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് XU ബൈ D. XU ബൈ D എന്ന് പറഞ്ഞാൽ XU നമുക്കറിയില്ല. XU ബൈ 570 എന്ന് വരും. പിന്നെ ഈ ഒരു വാല്യൂ, ഈ ഒരു 6.6 MU ബൈ FCK BD സ്ക്വയർ, ആ വാല്യൂ എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ 6.6 ഇൻറ്റു MU എന്ന് പറയുന്നത്
690.89 കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരുന്നു. അതിന് ന്യൂട്ടൺ ആക്കണമെങ്കിൽ ഇൻറ്റു 10⁶ ഡിവൈഡ് ബൈ FCK 20 തന്നെ എഴുതാം, 20 ന്യൂട്ടൺ പെർ mm². ബി എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ എന്താ സെയിം ആണ്, എല്ലിന് സെയിം ആണ്, 3000 ഇൻറ്റു 5D² എന്ന് പറയുന്നത് 570 mm². ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടേം എന്ന് പറയുന്നത് 0.2339 എന്ന് കിട്ടും. അപ്പോൾ ഈ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ XU/D നമുക്ക് കിട്ടും. XU/D is equal to 1.2 മൈനസ് 1.44 മൈനസ് ബാക്കിയുള്ള 6.6 mu അതിൻ്റെ വാല്യൂസ് നമ്മളിപ്പം കണ്ടെത്തി 0.2339 ഓൾ റേസ് ടു 1/2. അത് ചെയ്യുന്ന നമുക്ക് XU/D എന്നുള്ളത് 0.102 എന്ന് കിട്ടി, 0.102 എന്ന് കിട്ടി. ഇനി നമുക്ക് ലിവർ ആം കണ്ടെത്താലോ. ഈ ലിവർ ആം എന്ന് പറഞ്ഞാൽ എന്തെന്നു, ലിവർ ആം Z is equal to D minus 0.42 XU, D minus 0.42 XU, അല്ലെങ്കിൽ D ഇൻറ്റു ഡീനെ പുറത്തെടുത്താൽ 1 minus 0.42 XU/D. അപ്പോൾ XU/Dൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടെത്തിയതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ D എന്ന് പറഞ്ഞാൽ 570 എന്ന് കിട്ടും. 1 minus 0.42 XU/Dൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.102. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 545.81 mm എന്ന് കിട്ടും. എന്ത്, ലിവർ ആം. നമ്മൾ ഇക്വേഷൻ, ഇനി MUൻ്റെ ഇക്വേഷൻ, MU എന്ന് പറഞ്ഞാൽ 0.87 FY AST ഇൻറ്റു ലിവർ ആം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 0.87 FY എത്രയാണ്, 415 ആയിരുന്നു FY എന്നുള്ളത് തന്നത്, 415. AST നമുക്കറിയില്ല, ലിവർ ആം നമ്മളിപ്പോൾ ഇവിടെ കണ്ടെത്തി 545.81. ഇപ്പം MU എന്ന് പറയുന്നത് എത്രയായിരുന്നു, MUൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 690.89 ഇൻറ്റു 10⁶ വേണം, ന്യൂട്ടൺ mmലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, AST is equal to 3506 mm എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 20 mm 5 ബാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 20 mm 5 ബാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ബാർസ് ഈസ് ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബാർസ് ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. 20 mm ബാറാണെങ്കിൽ നമ്പർ ഓഫ് ബാർസ് നമുക്ക് 12 എന്ന് കിട്ടും. അപ്പോൾ AST പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 12 ഇൻറ്റു π/4 20². അത് ചെയ്യുന്ന സമയത്ത് 3769 mm² എന്ന് കിട്ടി. അപ്പോൾ AST എത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്, 3769 mm². ഇനി നെക്സ്റ്റ് നമുക്ക് സ്പേസിങ് കണ്ടെത്താം. ഈ സ്പേസിങ് ഓഫ് ബാർസ് കണ്ടെത്താം. അപ്പോൾ സ്പേസിങ് ഓഫ് ബാർസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ക്രൈറ്റീരിയ ഉണ്ട്, 3 ഇൻറ്റു ഇഫക്റ്റീവ് ഡെപ്ത്ത്, 3 ഇൻറ്റു ഇഫക്റ്റീവ് ഡെപ്ത്ത് കണ്ടെത്തുക, അല്ലെങ്കിൽ 300 mm, അല്ലെങ്കിൽ B ഇൻറ്റു, ഇപ്പോൾ 1 മീറ്റർ ആണ് സ്ലാബിൻ്റെ കേസിൽ നമ്മൾ 1 മീറ്റർ ആണ് എടുക്കൽ. അപ്പോൾ നമുക്ക് 1000 ഇൻറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കൽ. ഇവിടെ ഇപ്പം B എന്ന് പറയുന്നത് നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ നമുക്ക് നോൺ ആയതുകൊണ്ട് B തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് MM-ലാണ് യൂണിറ്റ്, MM തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാരണം AST നിങ്ങൾ MM-ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ B എന്തിൽ തന്നെ MM തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. AST ഓഫ് 1 ബാർ ഡിവൈഡഡ് ബൈ AST പ്രൊവൈഡഡ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പേസിങ് ഓഫ് ബാർ കിട്ടും. അപ്പോൾ 3 എണ്ണം കിട്ടില്ല. ഈ 3 എണ്ണത്തിൽ ഏതാണ് നമ്മൾ സ്പേസിങ് ആയിട്ട് കൊടുക്കേണ്ടത്, വിച്ച് എവർ ഈസ് സ്മോളർ, ഇതിലുള്ള സ്മോളർ വാല്യൂ ആണ് നമ്മൾ സ്പേസിങ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ സ്പേസിങ്, എത്ര നമ്പർ ഓഫ് ബാർസ് കൊടുക്കണം, അതിൻ്റെ സ്പേസിങ് എന്താണ്, ഈ ഒരു ഫൂട്ടിങ്ങിൻ്റെ ലെങ്ത്ത് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത്, സ്ക്വയർ ഫൂട്ടിങ് അതിനുള്ള രണ്ടും സെയിം ആണ്. എല്ലാ കാര്യങ്ങളും ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് വരയ്ക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കോളം. ഈ കോളം വന്ന് ചേരുന്ന ഈ ഇത് തന്നെയാണ് നമ്മൾ ഫൂട്ടിങ് എന്ന് പറയുന്നത്. സെക്ഷൻ വ്യൂ വരയ്ക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം L is equal to 3 മീറ്റർ ആയിരുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബാസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ബാസ്. അപ്പോൾ 12 എണ്ണമാണ്. 12 നമ്പർ 2 ഡയറക്ഷനിലായിട്ട്, അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലും അതുപോലെ തന്നെ ഈ ഒരു ഡയറക്ഷനിലുമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ ഉള്ളോട്ടായിട്ട് കൊടുക്കുന്നതാണ്, പിന്നെ ഇങ്ങനെയും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെയും കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു, അതിനുശേഷം നമ്മൾ ഈ ഒരു ഡയറക്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇതും എന്താണ്, 12 mm ബാർസാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 12 നമ്പർ ഓഫ് 25 ബാർസാണ്. ബോത്ത് വേ, രണ്ട് വേയിലുണ്ട്, ബോത്ത് വേ. അതാണ് ഇവിടെ കാണിച്ചത്. ഒരു ഡയറക്ഷനിൽ ഡോട്ടഡ് ആയിട്ട് മറ്റേ ഡയറക്ഷനിൽ അങ്ങനെ ബാറായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ ഡെപ്ത് എത്രയാണെന്ന് നോക്കാം, ഓവറോൾ ഡെപ്ത് എത്രയാണെന്ന് നോക്കാം.
അപ്പോൾ നമ്മൾ ഈ 570 നമ്മൾ കണ്ടെത്തിയത് എന്താണ്? ഇഫക്റ്റീവ് ഡെപ്താണ് നമ്മൾ ഈ 570 കണ്ടെത്തിയത്. അപ്പോൾ ഇതിന് നമ്മൾ ഫിഗർ നോക്കുകയാണെങ്കിൽ അപ്പം ഈ ഒരു ഇതൊരു ബാറാണ്. അപ്പോൾ പിന്നെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ക്ലിയർ കവറാണ്. സാധാരണ രീതിയിൽ ഫൂട്ടിങ് നമ്മൾ മിനിമം ക്ലിയർ കവർ കൊടുക്കുന്നത് 50 mm ആണ് മിനിമം ക്ലിയർ കവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് 50 mm ആണ്. അതിനുശേഷം എന്നുള്ളത് 50 mm കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു 20 ബാർ ഉണ്ട്. വയലറ്റ് കാണിച്ച 20 mm ബാർ ഉണ്ട്. 20 mm ബാർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിലേക്കുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വീണ്ടും ഒരു 10 കുറച്ചുകൂടി വലുതായിട്ട് വരയ്ക്കാം ഫിഗർ. ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ ഈ ഫിഗർ നോക്കുന്ന സമയത്ത് നമ്മൾ 570 നമ്മൾ കണ്ടെത്തിയത് ഇഫക്റ്റീവ് ഡെപ്താണ്. അപ്പോൾ അതായത് ഒരു ബാർ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ബാറിൻ്റെ ഡയമീറ്റർ എത്രയാണ്? 20 mm ഒരു ബാറാണിത്. ഒരു ഡയറക്ഷനിൽ, അടുത്ത ഡയറക്ഷനിൽ 20 mm വേറൊരു ബാർ അടുത്ത ഡയറക്ഷനിലും പോകുന്നുണ്ട്. ഇതാണ് ശരിക്കും നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. നമ്മുടെ ഇഫക്റ്റീവ് ഡെപ്ത് എത്രയാണ് നമുക്കറിയാം. ഇഫക്റ്റീവ് ഡെപ്ത് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തിയത് ഇഫക്റ്റീവ് ഡെപ്താണ്. അതായത് ഈ ടോപ്പ് മുതൽ ഈ ഒരു ബാറിൻ്റെ സെൻറ്റർ വരെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഫക്റ്റീവ് ഡെപ്ത് 570 mm എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു ഡെപ്തും കൂടി നമ്മൾ ആഡ് ചെയ്താലാണ് ടോട്ടൽ ഓവറോൾ ഡെപ്ത് ഡി ആവുക. അപ്പോൾ ഈ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 570 mm ഇഫക്റ്റീവ് ഡെപ്ത് പ്ലസ് ഈ ഒരു ബാറിൻ്റെ പകുതി ഡയമീറ്റർ, അതായത് 20/2. പിന്നെ ഈ ഒരു ബാർ ആണെങ്കിൽ അതിൻ്റെ ഫുൾ ഡയമീറ്റർ പ്ലസ് 20. പിന്നെ ഈ ഒരു ക്ലിയർ കവർ, ആ ക്ലിയർ കവർ എന്ന് പറയുന്നത് എത്രയാണ്? 50 mm ആണ്. ഫുട്ടിങ്ങിന് നമ്മൾ മിനിമം ക്ലിയർ കവർ എന്ന് പറയുന്നത് 50 mm ആണ്. കോളത്തിൽ നമ്മൾ 40 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 650 mm എന്ന് കിട്ടി. അപ്പോൾ ഓവറോൾ ഡെപ്ത് ഡി എന്ന് പറയുന്നത് എത്ര കിട്ടി? 650 mm. പിന്നെ ഇവിടെ കോളത്തിൽ ബാസ് ഉണ്ട്. 25 mm ബാസാണ് നമ്മൾ ഓൾറെഡി കോളത്തിൽ യൂസ് ചെയ്യുന്നത്. 25 ബാസാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് ലാറ്ററൽ ടൈസ് ഉണ്ടാവും കുളത്തിലുള്ള. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ ആ ലാറ്ററൽ ടൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 85 300 mm സെൻറ്റർ ടു സെൻറ്റർ ആണെന്ന് കാണിക്കാം. മിനിമം വേണ്ടത്, മിനിമം എത്ര വേണം എന്നുള്ളത്. അപ്പോൾ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിലിംഗ് വഴി